ഓം ശാന്തി 15/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സത്യമായ സ്വാതന്ത്ര്യം നൽകാൻ, ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്നും മുക്തമാക്കാൻ, രാവണന്റെ പാരതന്ത്ര്യത്തിൽ നിന്നും മുക്തമാക്കാൻ. ചോദ്യം: ബാബയും നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ മുഖ്യമായ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഉത്തരം: ബാബ എപ്പോഴും മനസ്സിലാക്കി തരുന്നത് മധുരമായ കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിലൂടെ ബാബ പറയുന്ന കാര്യം അമ്പ് പോലെ തറയ്ക്കും. നിങ്ങൾ കുട്ടികൾ പരസ്പരം സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മധുരമായ കുട്ടികളെ എന്ന് പറയാൻ സാധിക്കില്ല. ബാബ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് ബാബ പറയുന്ന കാര്യത്തിന് പ്രഭാവമുണ്ടാകും. ബാബ കുട്ടികൾക്ക് തിരിച്ചറിവ് നൽകുകയാണ്. കുട്ടികളെ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾ പതീതമായി മാറി ഇപ്പോൾ പാവനമായി മാറും. ഓം ശാന്തി. പരിധിയില്ലാത്ത ആത്മീയ അച്ഛൻ പരിധിയില്ലാത്ത ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത ബാബയെ പരിധിയില്ലാത്ത കുട്ടികളാണ് അറിയുന്നത്. പരിധിയില്ലാത്ത ബാബയെ ആരും അറിയുന്നില്ല. പരിധിയില്ലാത്ത കുട്ടികളാണെന്ന് സ്വയം അംഗീകരിക്കുന്നുമില്ല. ബ്രഹ്മമുഖ വംശാവലികൾ മാത്രമേ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ബ്രഹ്മാവ് തീർച്ചയായും വേണം. ബ്രഹ്മാവിനെ തന്നെയാണ് ആദി ദേവനെന്ന് പറയുന്നത്. ഈ ബ്രഹ്മാവിലേക്കാണ് ബാബ പ്രവേശിക്കുന്നത്. ബാബ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? പറയുന്നു, പാവനമായി മാറണം. ബാബയുടെ ശ്രീമത്താണ് സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. കുട്ടികൾക്ക് ആത്മാവിന്റെ പരിചയമാണ് നൽകുന്നത്. ആത്മാവ് ഭൃക്കുട്ടി മധ്യത്തിലാണ് വസിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മാവ് അവിനാശിയാണ്. ആത്മാവിന്റെ സിംഹാസനം ഈ വിനാശിയായ ശരീരമാണ്. ഈ കാര്യം കുട്ടികൾക്കറിയാം. നമ്മൾ എല്ലാവരും ആത്മാക്കളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. ഒരു ബാബയുടെ കുട്ടികളാണ്. ഈശ്വരനെ സർവവ്യാപിയെന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കൂ. ഓരോരുത്തരിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ചിലർ മനസ്സിലാക്കും, ഇവർ പറയുന്നത് ശരിയാണ്. നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ തീർച്ചയായും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കണം. പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോയാൽ മായയുടെ കൊടുങ്കാറ്റുകളിൽ പെട്ടുപോകുന്നു. വിരളം പേരെ നിൽക്കുന്നുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഈ അവസ്ഥയുണ്ട്. കുറച്ചുപേർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ചിലർ കൂടുതൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ആരാണോ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാത്തത് അവരെ പറയാം പഴയ ഭക്തരല്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കുകയുള്ളൂ. ചിലർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കില്ല. നിങ്ങളിലും നമ്പർ വാറാണ്. ചില നല്ല വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി നല്ലതായിട്ടുള്ളവരെ പറഞ്ഞയക്കണം. എന്നാലേ കുറച്ചെങ്കിലും മനസ്സിലാക്കൂ. അറിയാം, വലിയ ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. അവർ അഭിപ്രായം പറയും, ഇവർ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിട്ടാണ്. ബാബയുടെ പരിചയം പൂർണമായും കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സമയമെവിടെ? നിങ്ങൾ പറയൂ, പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, ബാബ നേരിട്ട് നമ്മൾ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. നേരിട്ട് കേൾക്കുന്നതിലൂടെ അമ്പ് നല്ലതായി തറയ്ക്കും. ഇവിടെ പരംപിത പരമാത്മാ ബ്രഹ്മാവിലൂടെ നേരിട്ട് മനസ്സിലാക്കി തരികയാണ്. അല്ലയോ കുട്ടികളെ, നിങ്ങൾ ബാബ പറയുന്നത് അംഗീകരിക്കുന്നില്ലേ?
നിങ്ങൾക്കാർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അവിടെ ബാബയില്ല. ഇവിടെ ബാബ ഇരിക്കുന്നുണ്ട്. ബാബ സംസാരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾ ബാബയെ അംഗീകരിക്കില്ലേ? അജ്ഞാനത്തിന്റെ കാലത്തിലും പിതാവ് മനസ്സിലാക്കി കൊടുക്കുന്നതും സഹോദരൻ മനസ്സിലാക്കി കൊടുക്കുന്നതിലും വ്യത്യാസമുണ്ട്. സഹോദരൻ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഇത്രയും പ്രഭാവം ഉണ്ടായിരിക്കില്ല. എത്ര പിതാവ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ അത്രയും. പിതാവ് വലുതല്ലേ, ഭയമുണ്ടായിരിക്കും. നിങ്ങൾക്കും ബാബ മനസ്സിലാക്കി തരികയാണ്, എന്നെ, തന്റെ പിതാവിനെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് ഇടയ്ക്കിടെ എന്നെ മറക്കുന്നതിൽ ലജ്ജ വരുന്നില്ലേ? ബാബ നേരിട്ട് പറയുകയാണ്. അതിനാൽ അതിന്റെ പ്രഭാവം പെട്ടെന്നുണ്ടാകും. അല്ല, ബാബ പറയുന്നത് അംഗീകരിക്കുന്നില്ല. പരിധിയില്ലാത്ത ബാബ പറയുകയാണ്, ഈ ജന്മം നിർവികാരിയായി മാറൂ. എങ്കിൽ 21 ജന്മം നിർവികാരിയായി മാറി പവിത്രമായ ലോകത്തിന്റെ അധികാരിയായി മാറാം. ഇത് അംഗീകരിക്കില്ലേ? ബാബ പറയുന്നതിലൂടെ അമ്പ് കടുത്തതായി തോന്നും. വ്യത്യാസമുണ്ടായിരിക്കും. ഇങ്ങനെയല്ല, ബാബ സദാ പുതിയവരെ മാത്രം കൂടിക്കാഴ്ച ചെയ്തുകൊണ്ടിരിക്കും എന്ന്. തലതിരിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇത് പൂർണമായും പുതിയ കാര്യമാണ്. ഗീതയിൽ കൃഷ്ണന്റെ പേര് എഴുതിവെച്ചു. അത് സാധ്യമല്ല. ഇപ്പോൾ ഡ്രാമയനുസരിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ ഓടി ബാബയുടെ അടുക്കലേക്ക് വരും, നേരിട്ട് മുരളി കേൾക്കാൻ. അവിടെ സഹോദരങ്ങളിലൂടെയല്ലേ കേൾക്കുന്നത്. ഇപ്പോൾ ബാബയിൽ നിന്നും കേൾക്കണം. ബാബയ്ക്ക് പ്രഭാവമുണ്ടാക്കാൻ സാധിക്കും. കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയും. കുട്ടികളെ, നിങ്ങൾക്ക് ലജ്ജ വരുന്നില്ലേ? ബാബയെ ഓർമ്മിക്കുന്നില്ല. ബാബയോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? എത്ര ബാബയെ ഓർമ്മിക്കുന്നുണ്ട്? ബാബ 1 മണിക്കൂർ. അല്ല, നിരന്തരം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം ശിരസിലുണ്ട്. ബാബ സന്മുഖത്ത് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ബാബയെ എത്ര ഗ്ലാനി ചെയ്തു? നിങ്ങളുടെ മേൽ കേസ് കൊടുക്കേണ്ടതാണ്. പത്രത്തിൽ ആരെങ്കിലും ഗ്ലാനി ചെയ്തെഴുതിയാൽ അവരുടെ മേൽ കേസ് കൊടുക്കാറില്ലേ? ഇപ്പോൾ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തെന്തെല്ലാം ചെയ്തിരുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ഡ്രാമ അനുസരിച്ച് രാവണന്റെ സംഘത്തിൽപ്പെട്ട് ഇതെല്ലാം സംഭവിച്ചു. ഇപ്പോൾ ഭക്തിമാർഗം പൂർത്തിയായി കഴിഞ്ഞുപോയി. ഇടയിൽ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. അനുദിനം ഇറങ്ങി തമോ പ്രധാന ബുദ്ധിയായി ബുദ്ധുവായി മാറി. ആരെയാണോ പൂജ ചെയ്യുന്നത് ആ ആളെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെയാണ് പറയുന്നത് പരിധിയില്ലാത്ത വിവേകശൂന്യം. പരിധിയില്ലാത്ത കുട്ടികളുടെ പരിധിയില്ലാത്ത വിവേകശൂന്യത ഒരു ഭാഗത്ത് ശിവ ബാബയുടെ പൂജ ചെയ്യുന്നു, മറുഭാഗത്ത് ആ ബാബയെ സർവവ്യാപിയെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു. ഇത്രയും വിവേകശൂന്യതയോടെ ബാബയെ ഗ്ലാനി ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാചകനിൽ നിന്നും രാജകുമാരനായി മാറാൻ. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. ശ്രീകൃഷ്ണനെ പറയാറുണ്ട്, 16,108 റാണിമാരുണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ വരുന്നില്ലേ? എന്തെങ്കിലും പാപം ചെയ്താൽ ഭഗവാന്റെ മുന്നിൽ പോയി കാതിൽ പിടിച്ചുകൊണ്ട് പറയും, അല്ലയോ ഭഗവാൻ, വലിയ തെറ്റ് ചെയ്തു, ദയ കാണിക്കൂ, ക്ഷമിക്കൂ. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തു? ബാബ മനസ്സിലാക്കി തരികയാണ്, ഡ്രാമയിൽ ഇങ്ങനെയാണ്. എപ്പോഴാണോ ഇങ്ങനെയായി തീരുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ എല്ലാ ധർമ്മത്തിലുള്ളവർക്കും
മംഗളം ചെയ്യണം. ബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. ബാബയെ എല്ലാ ധർമ്മത്തിലുള്ളവരും പറയുന്നു സർവവ്യാപിയെന്ന്. ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ഭഗവാൻ ഉവാച, ഞാൻ സർവവ്യാപി അല്ല. നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടായി. വിളിക്കാറുണ്ട്, അല്ലയോ പതിത പാവന, പക്ഷേ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എപ്പോഴാണോ ആദ്യമാദ്യം വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ പതീതമായിരുന്നോ? ദേഹാഭിമാനിയായി മാറിയത് കാരണം പതീതമായി മാറി. ഏത് ധർമ്മത്തിലുള്ളവർ വന്നാലും അവരോട് ചോദിക്കണം, പരമപിത പരമാത്മാവിന്റെ പരിചയം നിങ്ങൾക്കുണ്ടോ? അവർ ആരാണ്? എവിടെയാണ് വസിക്കുന്നത്? മുകളിലെന്ന് പറയും, അല്ലെങ്കിൽ പറയും സർവവ്യാപിയാണ്. ബാബ പറയുകയാണ്, നിങ്ങൾ കാരണം ലോകം മുഴുവൻ ഈ കണക്കിലേക്ക് വന്നു. നിമിത്തം നിങ്ങളായി മാറുന്നു. എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങളും പതീതമായി മാറി. എല്ലാവരും പാപാത്മാക്കളല്ലേ? ഇപ്പോൾ പുണ്യാത്മാക്കളായി മാറുന്നതിനു വേണ്ടി വിളിക്കുകയാണ്. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും മുക്തിധാമമായ വീട്ടിലേക്ക് പോകണം. അവിടം പവിത്രമാണ്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്. ഈ ജ്ഞാനം എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയാണ്. ബാബയുടെ അടുക്കൽ എല്ലാ വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്കൾ എല്ലാവരും ആത്മാവിനെ പരമാത്മാവാണെന്ന് മനസ്സിലാക്കി നമസ്കരിക്കുന്നു. ഇപ്പോൾ ഇത്രയും എന്താ പരമാത്മാവുണ്ടോ? ഒന്നും മനസ്സിലാക്കുന്നില്ല. ആരാണ് കൂടുതൽ ഭക്തി ചെയ്യാത്തത് അവരിവിടെ നിൽക്കില്ല. സെന്ററുകളിലും ചിലർ എത്ര സമയം നിലനിൽക്കുന്നു, മറ്റു ചിലർ എത്ര നിലനിൽക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഭക്തി കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നിൽക്കാത്തത്. എന്നാലും എവിടെ പോകും? മറ്റൊരു കടയില്ലല്ലോ. ഇങ്ങനെ എന്തെല്ലാം യുക്തികൾ രചിക്കണം മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പോൾ എല്ലാവർക്കും സന്ദേശം കൊടുക്കണം. ഇങ്ങനെ പറയണം, ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്കും പൂർണമായി ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അമ്പ് എങ്ങനെ തറയ്ക്കും? അതുകൊണ്ട് ബാബ പറയുന്നു, ചാർട്ട് വയ്ക്കൂ. മുഖ്യ കാര്യമാണ് പാവനമായി മാറുക എന്നത്. എത്ര പാവനമായി മാറുന്നുവോ അത്രയും ജ്ഞാനത്തിന്റെ ധാരണ ഉണ്ടാകും, സന്തോഷവും ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കണം. ഞങ്ങൾ എല്ലാവരെയും ഉദ്ധരിക്കും. ബാബയാണ് വന്ന് സദ്ഗതി നൽകുന്നത്. ബാബയ്ക്ക് സന്തോഷത്തിന്റെയോ ദുഃഖത്തിന്റെയോ കാര്യമില്ല. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾക്കും യാതൊരു ദുഃഖവും ഉണ്ടാകരുത്. ബാബയെ ലഭിച്ചു. ഇനി എന്താ? കേവലം ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുക. ഈ വിവേകം ഇപ്പോഴാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിൽ ലഭിക്കുന്നില്ല. അവിടെ ഈ ജ്ഞാനത്തിന്റെ കാര്യമേ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചു. അതിനാൽ നിങ്ങൾക്ക് സ്വർഗത്തേക്കാൾ സന്തോഷം ഇവിടെ ഉണ്ടായിരിക്കണം. ബാബ പറയുകയാണ്, വിദേശങ്ങളിൽ പോയി നിങ്ങളിത് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ ധർമ്മത്തിലുള്ളവരോടും നിങ്ങൾക്ക് ദയ തോന്നണം. എല്ലാവരും പറയുന്നുണ്ട്, അല്ലയോ ഭഗവാൻ, ദയ കാണിക്കൂ, ആശീർവാദം നൽകൂ, ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കൂ. പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ അനേക പ്രകാരത്തിലുള്ള യുക്തികൾ പറഞ്ഞു തരികയാണ്. എല്ലാവരോടും പറയണം, നിങ്ങൾ രാവണന്റെ ജയിലിലാണ്. പറയാറില്ലേ, സ്വാതന്ത്ര്യം ലഭിക്കണം. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഇതാരും അറിയുന്നില്ല. രാവണന്റെ ജയിലിൽ എല്ലാവരും കുരുങ്ങിപ്പോയി. ഇപ്പോൾ സത്യമായ സ്വാതന്ത്ര്യം നൽകാൻ ബാബ വന്നിരിക്കുകയാണ്. എന്നിട്ടും രാവണന്റെ ജയിലിൽ പാരതന്ത്ര്യത്തിൽ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
സത്യമായ സ്വാതന്ത്ര്യം എന്താണ്? ഇത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പത്രങ്ങളിൽ കൊടുക്കണം, ഇവിടെ രാവണ രാജ്യത്തിൽ സ്വാതന്ത്ര്യം ഇല്ല. വളരെ ചുരുക്കി എഴുതണം. കൂടുതൽ എഴുതിയാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പറയൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എവിടെ നിന്നാണ്? നിങ്ങൾ രാവണന്റെ ജയിലിലല്ലേ? നിങ്ങളുടെ ശബ്ദം വിദേശങ്ങളിലുണ്ടായാൽ ഇവിടെയുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. പരസ്പരം ആക്രമിച്ചതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യമായോ? സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ബാബയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. രാവണന്റെ ജയിലിൽ നിന്നും സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും സത്യയുഗത്തിൽ വളരെ സ്വതന്ത്രരായിരുന്നു, വളരെ ധനികരായിരുന്നു. ആരുടെയും ദൃഷ്ടി പോലും പെടുന്നില്ല. പിന്നീട് എപ്പോഴാണോ ദുർബലരായി മാറുന്നത്, അപ്പോൾ എല്ലാവരുടെയും ദൃഷ്ടി നിങ്ങളുടെ ധനത്തിന്റെ മേൽ ഉണ്ടാകുന്നു. മുഹമ്മദ് ഗസ്നവി വന്ന് ക്ഷേത്രം കൊള്ളയടിച്ചപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിച്ചു. രാവണന്റെ രാജ്യത്തിൽ പാരതന്ത്ര്യമായി മാറി. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ സത്യമായ സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ കാര്യവും യുക്തിയോടെ മനസ്സിലാക്കണം. കഴിഞ്ഞ കൽപ്പത്തിലും സ്വാതന്ത്ര്യം നേടിയവർ ഇത് അംഗീകരിക്കും. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എത്ര തർക്കിക്കുന്നു, ബുദ്ധുവിനെ പോലെ. സമയം വ്യർത്ഥമാക്കുകയാണെങ്കിൽ സംസാരിക്കാൻ മനസ്സുണ്ടാകില്ല. ബാബ വന്ന് സ്വാതന്ത്ര്യം നൽകുകയാണ്. രാവണന്റെ പാരതന്ത്ര്യത്തിൽ ദുഃഖം വളരെയാണ്. അപരം അപാരമായ ദുഃഖമാണ്. ബാബയുടെ രാജ്യത്തിൽ നമ്മൾ എത്ര സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എപ്പോഴാണോ നാം പവിത്ര ദേവതയായി മാറുന്നത്, രാവണന്റെ രാജ്യത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നത്, അതിനെയാണ്. സത്യമായ സ്വാതന്ത്ര്യം ബാബയാണ് വന്ന് നൽകുന്നത്. ഇപ്പോൾ അന്യന്റെ രാജ്യത്തിൽ എല്ലാവരും ദുഃഖികളാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. മനുഷ്യർ പറയുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയാൽ ഞങ്ങൾ സ്വതന്ത്രമായി മാറി എന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏതുവരേക്കും പാവനമായി മാറുന്നില്ലയോ അതുവരേക്കും സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയാം. പിന്നീട് ധർമ്മരാജന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവിയും കുറയും. ബാബ വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ എല്ലാവരും സ്വതന്ത്രരായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ആത്മാവാണ്, മുക്തിധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് പാർട്ട് അഭിനയിക്കാൻ. സുഖധാമത്തിൽ നിന്നും പിന്നീട് ദുഃഖധാമത്തിൽ തമോപ്രധാന ലോകത്തിൽ വന്നു. ബാബ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്റെ കുട്ടികളാണ്, രാവണന്റേതല്ല. ഞാൻ നിങ്ങൾക്ക് രാജ്യഭാഗ്യം തന്നിട്ട് പോയതായിരുന്നു. നിങ്ങൾ തന്റെ രാജ്യത്തിൽ എത്ര സ്വതന്ത്രരായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടേക്ക് പോകുന്നതിനു വേണ്ടി പാവനമായി മാറുന്നു. നിങ്ങൾ എത്ര ധനവാനായി മാറുന്നു. അവിടെ പൈസയെക്കുറിച്ചുള്ള ചിന്തയില്ല. സാധുക്കൾ ഉണ്ടാകാം, എന്നാലും പൈസയുടെ ചിന്ത ഇല്ല. സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയാണ് ചിന്തയുള്ളത്. രാജധാനിയിൽ എല്ലാവരുടെ പദവിയും നമ്പർ വൈസ് ആയിരിക്കും. എല്ലാവരും സൂര്യവംശി രാജാവിനെ പോലെ ആകുന്നില്ല. എത്ര പരിശ്രമിക്കുന്നു അത്രയ്ക്ക് പദവി. നിങ്ങൾ എല്ലാ ധർമ്മത്തിലുള്ളവരുടെയും സേവനം ചെയ്യുന്നവരാണ്. വിദേശത്തിലുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ എല്ലാവരും സഹോദരങ്ങളല്ലേ. എല്ലാവരും ശാന്തിധാമത്തിലാണ് വസിക്കുന്നത്. ഇപ്പോൾ രാവണ രാജ്യത്തിലാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള വഴി താങ്കൾക്ക് പറഞ്ഞു തരാം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. പറയാറില്ലേ, ഭഗവാൻ
എല്ലാവരെയും മുക്തമാക്കുന്നു. പക്ഷെ എങ്ങനെ മുക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ എവിടെയെങ്കിലും ആശയക്കുഴപ്പത്തിലാകുമ്പോൾ പറയും, ബാബ ഞങ്ങളെ മുക്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾ കൊടുങ്കാട്ടിൽ കുടുങ്ങിപ്പോയതുപോലെയായിരുന്നു. വഴി അറിയുമായിരുന്നില്ല. പിന്നീട് മുക്തിദാതാവിനെ ലഭിച്ചു. വഴിയും പറഞ്ഞു തന്നു. പരിധിയില്ലാത്ത ബാബയോട് പറയുകയാണ്, ബാബ ഞങ്ങളെ ലിബറേറ്റ് ചെയ്യൂ. താങ്കൾ പോകുമ്പോൾ ഞങ്ങളും അങ്ങയുടെ പിന്നാലെ വരും. കേവലം ബാബയല്ലാതെ വേറെ ആരും വഴി പറഞ്ഞു തരുന്നില്ല. എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, തീർത്ഥസ്ഥാനങ്ങളിൽ തിരഞ്ഞിരുന്നു, പക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്വേഷിച്ചത് എവിടെയാണ്? സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ലഭിക്കും? എത്ര അജ്ഞാനത്തിന്റെ ഇരുട്ടിലാണ്. സർവർക്കും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ബാബ വന്ന് നിങ്ങൾ കുട്ടികളെ അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് മാറ്റുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയെ ലഭിച്ചു, അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത്. ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്ന് പരിധിയില്ലാത്ത വിവേകശാലിയായി മാറി സന്തോഷത്തോടെ എല്ലാവരെയും ഉദ്ധരിക്കാൻ നിമിത്തമായി മാറണം. 2. ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാനും സത്യമായ സ്വാതന്ത്ര്യം നേടുന്നതിനും വേണ്ടി തീർച്ചയായും പാവനമായി മാറണം. ജ്ഞാനം വരുമാന മാർഗമാണ്. ഇത് ധാരണ ചെയ്ത് ധനവാനായി മാറണം. വരദാനം: ജ്ഞാനത്തിന്റെ ലൈറ്റ് മൈറ്റിലൂടെ, അതായത് പ്രകാശത്തിലൂടെയും ശക്തിയിലൂടെയും തെറ്റിനെ ശരിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ജ്ഞാനീതു ആത്മാവായി ഭവിക്കട്ടെ. ഇങ്ങനെ പറയാറുണ്ട്, ജ്ഞാനം ലൈറ്റും മൈറ്റുമാണ്. എവിടെയാണോ ഈ പ്രകാശം ഉണ്ടാകുന്നത്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് അന്ധകാരമാണ്, പ്രകാശമാണ്, ഇത് വ്യർത്ഥമാണ്, ഇത് സമർത്ഥമാണെന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ തെറ്റായ കർമ്മങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്ക് വശപ്പെടില്ല. ജ്ഞാനീതു ആത്മാവ് അർത്ഥം വിവേകശാലി, ജ്ഞാനസ്വരൂപം. അവർ ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന്. അവരുടെ പക്കൽ തെറ്റിനെ ശരിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ശക്തി ഉണ്ടാകുന്നു. സ്ലോഗൻ: ആരാണോ സദാ ശുഭചിന്തകരും ശുഭചിന്തനത്തിലും ഇരിക്കുന്നവർ, അവർ വ്യർത്ഥ ചിന്തനത്തിൽ നിന്നും മുക്തമാകുന്നു. ഓം ശാന്തി.